ദൈവകൃപ നിറഞ്ഞവരെ, ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. വാക്യങ്ങൾ ഇങ്ങനെയാണ്: പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടൊത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും മറ്റു പല മേഖലകളിലും നമ്മൾ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഒത്തിരി ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒത്തിരി ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുപോയ ഒത്തിരി അനുഭവങ്ങൾ, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാകാം. നമുക്ക് വചനം കൂടുതൽ ചിന്തിക്കാം. എന്താണ് ഈ വചനം നമുക്ക് നൽകുന്ന പാഠം? പാപികളുടെ പ്രത്യേകത എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ തന്ത്രശാലികളാണ്. നമുക്ക് എവിടെയാണോ പാപം ചെയ്യേണ്ട ഒരു ടെൻഡൻസി സ്ഥാപിച്ചെടുക്കുക, അതിൽ അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കൂടെ നിൽക്കും. സാത്താൻ്റെ എല്ലാ ഗുണങ്ങളും അവരിലുണ്ട്. അവർക്ക് ഉചിതമായ അവസരത്തിൽ നമ്മോടൊത്ത് സ്നേഹിച്ചു നിന്ന്, നമ്മൾ പോലും അറിയില്ല, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ജോലി മേഖലകളിലുള്ളവരായിരിക്കാം, മറ്റു പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾക്ക് വേദന നൽകി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന അവസ്ഥ. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. പല മേഖലകളിലുള്ള എക്സ്പീരിയൻസ് ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഞാനിത് പറഞ്ഞപ്പോൾ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ദുഷ്ടശക്തികളെ നേരിടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ നിശേഷം ഇല്ലാതാക്കാനായിട്ട് നമ്മൾ വിവേകത്തോടു കൂടി ഇവരെ ഒഴിവാക്കി മുൻകൂട്ടി അറിഞ്ഞ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, അതാണ് നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ വീണു പോകുന്ന മേഖല, അത് നമുക്ക് വിവേകമുള്ളവരത് ചിന്തിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കും. സോഷ്യൽ മീഡിയ ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ നല്ലതുമുണ്ട്, മോശമുണ്ട്. അതിൽ മോശം ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ മദ്യപാനം, മയക്കുമരുന്ന്, ഇങ്ങനെ ദുശീലങ്ങൾ, പിന്നെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന ഭോഗാസക്തികൾ, ഇത്തരം പിന്നെ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വഴുതിപ്പോകുന്ന അവസ്ഥകളാണ്. ഇതിലേക്കൊക്കെ ഇത് ലോകത്തിൻ്റെ ഒരു പ്രതീതി ആയതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അട്രാക്ഷൻ കൂടും. അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ പ്രലോഭനങ്ങളിൽ അകപ്പെടാൻ വേണ്ടിയിട്ട് ഒരു നിസ്സാര സമയം മതി. സാത്താന് ഒരു ചെറിയൊരു സമയം മതി. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ സംഭവിച്ച കാര്യം. ഒരു ചെറിയൊരു സമയം കൊണ്ടാണ് ഒരു 2 ജീവിതങ്ങൾ മാറി മറിഞ്ഞത്. ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിതങ്ങൾ മാറി മറിഞ്ഞത് ഒരു സെക്കൻഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പോലും ഇന്ന വ്യക്തി നമ്മളെ ചതിക്കും, അല്ലെങ്കിൽ ഇന്നൊരവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പോലും സംശയം പോലും തോന്നാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു, നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മൾ വീണുപോവുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. ഇപ്പം ദുശീലങ്ങൾ ഞാൻ പറഞ്ഞു, ദുശീലങ്ങളിലൊക്കെ വീണുപോയി കഴിഞ്ഞാൽ ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥകളിൽ നമ്മൾ എത്തിച്ചേരും. അതുപോലെ ഭോഗാസക്തി എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തെ നശിപ്പിക്കുന്ന പ്രവണതകളാണ്. അതിലേക്കൊക്കെ നമ്മൾ വീണു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉയർന്നു വരാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉയർന്നു വന്നാൽ തന്നെയും അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ, വലിയൊരു അനുഗ്രഹമായിരിക്കും. അതിലൂടെ നമ്മുടെ ജീവിതം കൂടുതലായിട്ട് ഉയർത്തപ്പെടും. നമ്മൾ ഇനിയിപ്പം ദുശീലങ്ങളിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ തിന്മ പ്രവൃത്തികളിൽ അകപ്പെട്ടു, നമ്മൾ പാപികളാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തന്നെയും, അങ്ങനെയാണ് ഞാൻ എങ്കിൽ തന്നെയും നമുക്കൊരു തിരിച്ചുവരവ് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി വിവേകത്തോട് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ ദൈവിക നന്മ, അതായത് നമുക്കറിയാം നമ്മളെ കാത്തിരിക്കുന്ന ദൈവമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ അത് സ്പഷ്ടമായിട്ട് നമ്മുടെ ജീസസ് അത് എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൂടെ എന്താണ് പറയുന്നത്? നമ്മൾ പാപം ചെയ്താലും എന്നെങ്കിലും ഇവൻ പശ്ചാത്തപിക്കും. ഇവൻ എന്നെ അനുസരിച്ചില്ല, എന്നാലും പിതാവിൻ്റെ സ്നേഹമുണ്ട്. പിതാവ് ഇവൻ തിരിച്ചു വരും, ഇവൻ മനസ്തപിക്കും, ഇവന് തെറ്റും ശരിയും എന്താണെന്ന് ഇവന് ബോധ്യമാകും, ഇവൻ എന്നെക്കുറിച്ച് അറിയും. എൻ്റെ സൗഭാഗ്യം, ഞാൻ നൽകിയ സൗഭാഗ്യങ്ങളും അവിടെയാണ് ഏറ്റവും കൂടുതൽ നന്മകൾ സമൃദ്ധമായി ഉള്ളത് എന്നവൻ മനസ്സിലാക്കും, എന്നിലേക്ക് തിരിച്ചു വരും എന്ന് നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്.
നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം വ്യക്തികളെ നമ്മളിൽ നിന്നും അകറ്റുക. അത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ചതിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപകട സാഹചര്യം നൽകുന്നത്. ഇവർ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ധനമുണ്ടാകാം, കുടുംബമഹിമയുണ്ടാകാം, കുടുംബ പാരമ്പര്യം ഉണ്ടാകാം, നല്ല വ്യക്തിയായിരിക്കാം, നല്ല സ്വഭാവമൊക്കെയുള്ള വ്യക്തിയായിരിക്കാം, പേരുദോഷമൊന്നും കേൾക്കാത്ത. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തി അവൻ്റെ മുമ്പിൽ ഉയരുന്നത് അവന് സാത്താന് അസ്വസ്ഥമാകും. സാത്താൻ എന്ത് ചെയ്യും? ദൂതന്മാരെ അയക്കും. ഈ ദൂതന്മാരാരായിരിക്കും? ഒന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ജോലി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. പല ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദൂതന്മാരെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ധനത്തെ നശിപ്പിക്കും ഇവർ, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും, നമ്മുടെ നല്ല വ്യക്തിത്വത്തെ ഇവർ നശിപ്പിക്കും. അപ്പം ഇങ്ങനെയുള്ളവരിൽ നിന്നും അകലാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ പ്രാർത്ഥനയിലൂടെ മാത്രമേ, ദൈവമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ, ദൈവമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലും ദൈവാനുഭവ ജീവിതത്തിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. നമുക്ക് ലോകത്തിൻ്റെതായിട്ടുള്ള പ്രവണതകളിൽ അകപ്പെടാതിരിക്കാൻ ദൈവമായിട്ടുള്ള നിരന്തരമായ പ്രാർത്ഥന വഴി നമുക്ക് ദൈവിക ജ്ഞാനം നേടിയെടുക്കാം. ദൈവിക ജ്ഞാനം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് വിവേകം, അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മുടെ വിവേകം, നമ്മുടെ തിരിച്ചറിവ് പ്രവർത്തിക്കുകയുള്ളൂ. ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രതീതി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളുണ്ട്, നമുക്കറിയാം. ആദ്യം തന്നെ എന്താണ്? ജ്ഞാനമാണ്. ജ്ഞാനം നിറയാതെ, ദൈവിക ജ്ഞാനം നിറയാതെ ഒരിക്കലും ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടത്തില്ല, ഉറപ്പാണ്. അപ്പം ദൈവിക ജ്ഞാനമാണ് സോളമൻ ചോദിച്ചത്. സോളമൻ എന്ത് വലിയ, അത് ഹൈ ലെവലിൽ നിൽക്കുന്ന രാജാവ് പോലും ചോദിച്ചത് എന്താ? ജ്ഞാനമാണ്, കർത്താവിൻ്റെ ജ്ഞാനമാണ്. ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ധന്യമായി. ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ ഇത്തരം ദുഷ്ടശക്തികളെ നമുക്ക് തിരിച്ചറിയാനും അതുപോലെ തന്നെ കരുതിയിരുന്ന് ഇവരെ നമ്മളിൽ നിന്ന് അകറ്റി നമുക്ക് യഥാർത്ഥ നന്മയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ഈ വചനത്തിലൂടെ നമുക്ക് എന്താണ് നമ്മൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം? നമ്മൾ തെറ്റും ശരിയും മനസ്സിലാക്കുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക, നന്മകൾ മാത്രം തിരഞ്ഞെടുത്ത് ജീവിക്കുക, ദുഷ്ടശക്തികളെ നമ്മളിൽ നിന്നും അകറ്റുക. പാപികൾ നമുക്ക് വേണ്ട, പാപികൾ നമ്മളിൽ നിന്നും അകന്നു പോകട്ടെ, അവരുടെ ഒരു പ്രവൃത്തികളും നമ്മൾ പങ്കുചേരരുത്. ഇതാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന പാഠം. ഇന്ന് മുതൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം, പ്രാർത്ഥിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ സുഹൃത്തുക്കളെ, അതായത് നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മൾ ജോലി സ്ഥലത്തുള്ള എല്ലാവരെയും, അതായത് നമ്മൾക്കെതിരെ പ്രവർത്തിച്ചവരെയും അവർക്കൊരു തിരിച്ചറിവ് ലഭിക്കണമേ കർത്താവെ, അവർക്കൊരു തിരിച്ചറിവ് കൊടുക്കണമേ, അവർ ചെയ്തത് തെറ്റാണ്, അവർക്കൊരു തിരിച്ചറിവ് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തെറ്റും ശരിയും മനസ്സിലാക്കി നല്ലത് തിരഞ്ഞെടുത്ത് ജീവിക്കാനായിട്ടുള്ള എല്ലാ സമൃദ്ധമായ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.